നിങ്ങളിൽ പലരും ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ബിസിനസ് ബേയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആൾക്കാരുടെ പൈസയുമായി മുങ്ങിയൊരു വാർത്തയാണ് വന്നിരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ന്യൂസിനെ കുറിച്ച് പറയാൻ കാരണം എന്നാൽ, ഇതേ കമ്പനി 6 മാസത്തിന് മുമ്പ് എന്നെ നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മാസം 5%, അതായത് 5 ലക്ഷം ദിർഹംസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ 25,000 ദിർഹംസ് മാസം റിട്ടേൺ ആണ് അവരെനിക്ക് ഓഫർ ചെയ്തത്. പക്ഷേ നിരന്തരം എന്നെ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അതിന് ഇഗ്നോർ ചെയ്യാനുണ്ടായത്. 6 മാസത്തിനിപ്പുറം ഇപ്പോൾ വന്ന ഈ ന്യൂസ് പ്രകാരം ഇതേ കമ്പനി ആൾക്കാരുടെ പൈസയും പറ്റിച്ച് പോവുകയാണ് ഉണ്ടായത്. ഈ ഷോക്കിംഗ് ന്യൂസിൽ പറയുന്ന പ്രകാരം ഏറ്റവും കൂടുതലും ഈ സ്കാമിൽ പെട്ടിരിക്കുന്നത് ഇന്ത്യക്കാരും അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളുമാണ്. ഇപ്പോൾ ആൾക്കാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഓഫീസുമില്ല, ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയും ഇല്ല, ആരുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ പൈസ വളരെ റിയലിസ്റ്റിക്കും ജെനുവിനിറ്റിയും ക്രെഡിബിലിറ്റിയുമുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈ റിട്ടേൺ ഓഫർ ചെയ്യുന്ന ഒരുവിധ സ്കാമിലും ദയവ് ചെയ്യപ്പെടാതിരിക്കുക. ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് കേൾക്കുമ്പോൾ എടുത്തു ചാടുന്ന മലയാളികളും ഇന്ത്യക്കാരും ശ്രദ്ധിക്കേണ്ടത് അതിന് പിന്നിലെ ചതിക്കുഴികൾ തന്നെയാണ്. ഇതേപോലുള്ള ചതിക്കുഴികളിൽ ദയവ് ചെയ്ത് വീഴാതിരിക്കുക. നിങ്ങളുടെ ഹാർഡ് ഏൺ മണി നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വാരൻ ബുഫറ്റ് എന്നുള്ള ബിസിനസ്സുകാരൻ അയാളുടെ ടോട്ടൽ സമ്പാദ്യം ഉണ്ടാക്കിയത് ഏകദേശം 10-30 വർഷം കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം അയാൾ ചെയ്ത സ്ട്രാറ്റജിക് പ്ലാനും ഇൻവെസ്റ്റ്മെന്റും സ്റ്റോക്ക് മാർക്കറ്റും റിയൽ എസ്റ്റേറ്റും കൊണ്ട് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് അയാൾക്ക് ഡബിൾ ആക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മളെ ഇന്ത്യൻ ബിസിനസ്മാനായ മിസ്റ്റർ രാകേഷ് ജുൻജുൻവാല അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് അയാൾ ഡബിൾ ആക്കിയത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. ബുദ്ധിപൂർവ്വമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അയാളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡബിൾ ആക്കി. ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുത്താൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ ചെയ്ത ഓരോ ഇൻവെസ്റ്റ്മെന്റുകൾ അത് ഓരോന്ന് പഠിച്ച് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സെക്യൂർ ആയി നിൽക്കുന്നത്. സോ ഗുഡ് തിങ്സ് ടേക്സ് ടൈം. Don't be greedy, don't get scammed.